നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ? അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഫേസ് നന്നായിട്ട് സിമ്പിളിൻ്റെ ഫേസ് വാഷ് വാഷ് ചെയ്തിട്ട് ഞാനിവിടെ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യുകയാണ്. കാരണം തലേ ദിവസം നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്തിട്ടായിരുന്നു കേട്ടോ കിടന്നത്. അപ്പോൾ രാവിലെ കൂടി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം കുറച്ചുകൂടെ ഓയിലി ആവാൻ ചാൻസ് ഉണ്ട് എൻ്റെ ഫേസിന് കേട്ടോ. അതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു ഇൻവിസിബിൾ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഇത് എനിക്ക് അത്യാവശ്യം മോയ്സ്ചറൈസേഷൻ എൻ്റെ സ്കിന്നിൽ ലോക്ക് ചെയ്യാനും അതേപോലെ എനിക്ക് സൺസ്ക്രീനായിട്ട് ഇത് അടിപൊളിയായിട്ട് നിൽക്കും. ഒരു പ്രൈമർ ഇട്ട എഫക്റ്റാണ് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ഇപ്പം കുറച്ച് നാളായിട്ട് ഇങ്ങനെയാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് മോയ്സ്ചറൈസിങ് എഫക്റ്റ് എനിക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യാറുണ്ട്. അത് അത്ര നല്ല ശീലമല്ല, പക്ഷേ എനിക്കപ്പോൾ ഓയിൽ കൺട്രോൾ കുറച്ചുകൂടെ ബെറ്റർ ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഞാനിവിടെ ഡോട്ട് ആൻഡ് കീയുടെ അല്ലല്ല ഡെർമാക്കോയുടെ ലിബാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ കോജിക് ആസിഡ് ഉള്ളത്, അപ്പോൾ ലിപ്പിൻ്റെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ നമ്മുടെ ടൂത്ത് എടുത്ത സമയത്ത് വിസ്ഡം ടൂത്ത് എടുത്ത ടൈമിൽ മെഡിസിൻ കഴിച്ചിട്ട് എൻ്റെ ലിപ്പിലൊക്കെ ഇങ്ങനെ പിഗ്മെൻറ്റേഷൻ ആയിരുന്നടാ. അപ്പോൾ അത് കുറയ്ക്കാനായിട്ട് ഒരു പരിധി വരെ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായിട്ടല്ല, കുഴപ്പമില്ല, ഒരു പരിധി വരെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ പ്ലമ്മിൻ്റെ ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടമുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചീക്സിൻ്റെ അവിടേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി ബ്ലഷാണ്, നല്ല പിഗ്മെൻറ്റേഷനാണ്, ഒരു ഇച്ചിരി മതി, നല്ലതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ഷെയ്ഡ് വന്നിട്ട് പീച്ചി കീൻ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഫെയർ ടു മീഡിയം സ്കിൻ ടോണുകാർക്ക് നന്നായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ഒരു ബ്ലഷ്. ഞാൻ എൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ വീട്ടിൽ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇനി ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ആര്യ ദിനചന്ദ്രൻ. അപ്പം നമ്മൾ ബ്ലഷ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണ്. എനിക്ക് ഷെയ്ഡ് എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ബ്ലഷ്. ഞാൻ ശരിക്കും ബ്ലഷ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഫേസ് ഭയങ്കര പെയിലായിട്ടിരിക്കും, എന്ന് വെച്ചാൽ ഒരു രക്തപ്രസാദം ഇല്ലാത്ത പോലെ ഇരിക്കും. ഇനി ഞാൻ ഫേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പോൺസിൻ്റെ പൗഡറാണ് കേട്ടോ എടുക്കുന്നത്. ഇത് നല്ല അടിപൊളി പൗഡറാണ്. 100 രൂപയ്ക്ക് നമുക്കിത് മേടിക്കാൻ കിട്ടും. നാച്ചുറൽ കളറാണ് കേട്ടോ, നമ്മുടെ സ്കിന്നിൻ്റെ അതേപോലത്തെ ഒരു ഷെയ്ഡാണ്. നമ്മുടെ ഫേസ് നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്യാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എൻ്റെ നല്ല ഓയിലി സ്കിന്നാണ്. ഇനി എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നോസിൻ്റെ അവിടെയും ടീ സോൺസിൻ്റെ അവിടെയൊക്കെ എനിക്ക് നന്നായിട്ട്, നെറ്റിയുടെ അവിടെ ഇല്ലെങ്കിലും എനിക്ക് ചീക്സിൻ്റെ അവിടെയും നോസിൻ്റെ അവിടെയൊക്കെ നല്ല ഓയിൽ വരുന്ന പോലത്തെ സ്കിന്നാണ് എൻ്റെ. അപ്പോൾ എനിക്ക് ഒരു പരിധി വരെ അതൊന്നും കുറയ്ക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഞാനിവിടെ മാർസിൻ്റെ പാലറ്റിൽ നിന്ന് ഒരു ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ട് ഐബ്രോസ് എഴുതി കൊടുക്കുകയാണ്. ഇതാണ് ഏറ്റവും എളുപ്പം. നമ്മളല്ലാതെ എഴുതുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ചും കൂടെ ടൈം എടുക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഇതാകുമ്പോൾ ഇഷ്ടപ്പെടുന്ന കാര്യം കഴിയും. എനിക്കൊരു 30-40 സെക്കൻഡ്സിൻ്റെ ഇടയ്ക്ക് നല്ലപോലെ തന്നെ ഐബ്രോസ് ചെയ്യാൻ പറ്റുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ ഒരു ബ്രഷും കൂടെ ആയതുകൊണ്ട് ഇത് സ്വിസ് ബ്യൂട്ടിയുടെ നല്ല അടിപൊളി ബ്രഷാണ് കേട്ടോ, നല്ല ക്വാളിറ്റി ബ്രഷാണ്. പിന്നെ ഞാനൊരു ന്യൂഡ് ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് കണ്ട മേളിൽ ഒന്നുകൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ കണ്ണെഴുതുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ ഞാനെന്ന് വിചാരിച്ചു പ്ലമ്മിൻ്റെ കാജൽ എടുത്തിട്ട് താഴെ മുകളിൽ നന്നായിട്ട് എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഇപ്പം ഇങ്ങനെ അധികം എനിക്കങ്ങനെ തോന്നാത്തതാണ് കണ്ണിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എഴുതുന്ന പരിപാടി. പക്ഷേ എനിക്ക് ഇന്നെന്തോ അങ്ങനെ തോന്നി, അതുകൊണ്ട് ഞാൻ എഴുതാമെന്ന് വിചാരിച്ചു. അപ്പോൾ പ്ലമ്മിൻ്റെ കാജലാണ് എടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി കാജലാണ്, കുറച്ച് ഹാർഡാണ് ആ ഒരു ഇതേ ഉള്ളൂ. പിന്നെ ഒരു വിങ് ഇടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കൊളോസലിൻ്റെ ഐലൈനറാണ് എടുത്തിട്ടുള്ളത്. അതെടുത്തിട്ട് ജസ്റ്റ് ഔട്ടർ കോർണറിലൊന്നും ആക്കി കൊടുക്കുന്നു, ഇൻ്റർ കോർണറിലും ഒന്നാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം കുറച്ചും കൂടെ കണ്ണൊന്ന് ഇലോങ്ങേറ്റഡ് ആയിട്ട് കാണിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാനിവിടെ മാമ എർത്തിൻ്റെ ഒരു ക്രയോണാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഒരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ അതിട്ട് കൊടുക്കുന്ന ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളി ഒരു ന്യൂഡ് ഷെയ്ഡാണ്. ഒരു ലൈറ്റ് ഓറഞ്ചിൻ്റെയും ഒരു ബ്രൗണിൻ്റെയൊക്കെ ഒരു ഇത് വരുന്ന പോലത്തെ നല്ലൊരു ഷെയ്ഡാണ്. അത് നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾ സെറ്റാണ് കേട്ടോ. പിന്നെ ഈ ലിപ്സ്റ്റിക്ക് ഇരുന്നിരുന്ന് കുറച്ച് ഹാർഡായ പോലെ എനിക്ക് തോന്നി. പിന്നെ ഞാനിവിടെ മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്. മേബിലുണ്ട് വാട്ടർ പ്രൂഫ് അല്ലാത്ത മസ്കാരയാണ്, അപ്പോൾ പെട്ടെന്ന് കഴുകി കളയാനായിട്ട് എളുപ്പം. ഇപ്പോൾ എന്നെപ്പോലെ ഡെയിലി കോളേജ് അല്ലെങ്കിൽ ക്ലാസ്സിൽ പോകുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു മസ്കാര നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അങ്ങനെ ഒരുങ്ങണം എന്നൊക്കെ ഇഷ്ടമുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.